2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയപ്പോൾ അത് കുട്ടികളുടെ പക്ഷത്ത് നിന്ന് മാത്രമേ കേരളം പരിഗണിക്കൂ എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വിജ്ഞാപനം തള്ളിക്കളയുന്നു? അതായത് പിന്നെ തള്ളിക്കളയൊന്നല്ല പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഓൾ പ്രൊമോഷനാണല്ലോ, എല്ലാവരും ജയിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഒരു സ്ഥലത്തും ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. ഒരു കുട്ടി വളരെ മോശമാണെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ട് മോശമായെന്ന് സംബന്ധിച്ചുള്ള റെസ്പോൺസിബിലിറ്റി ഒരു സ്ഥലത്തും ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മിനിമം മാർക്ക് നടപ്പിലാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു 10ാം ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് നടപ്പിലാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ ആദ്യം ഒന്ന് പരീക്ഷിക്കുന്നത്. ഈ വർഷം നടപ്പിലാക്കും. അപ്പോൾ 8ാം ക്ലാസ്സിൽ ആ പരീക്ഷ നടക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് പിന്നെ 10 കുട്ടികൾ പിന്നെ പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, ആ കുട്ടികൾക്ക് വീണ്ടും നമ്മളൊരു അഡീഷണൽ ക്ലാസ് കൊടുക്കുകയാണ്. അഡീഷണൽ ക്ലാസ് കൊടുത്ത ശേഷം 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ആ കുട്ടികളെ പരീക്ഷ എഴുതിയ ശേഷം 8ൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് 9ാം ക്ലാസ്സിലാക്കും. തോപ്പിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ പരീക്ഷ നടത്തി കുട്ടികളെ ബോർഡ് പരീക്ഷയുള്ള പോലെ തന്നെ ജയവും തോൽവിയും നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് നടപ്പിലാക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് നടപ്പിലാക്കാൻ കേരളം തയ്യാറല്ല. ഞങ്ങൾ കുട്ടികളുടെ പക്ഷത്തു നിന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ബോധപൂർവം മനഃപൂർവ്വം കുട്ടികളെ തോൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല.